നാട്ടിക ദീപക് വധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ. 5 RSS പ്രവർത്തകർക്ക് ഹൈക്കോടതി ശിക്ഷിച്ചത് വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളെ. JDU നേതാവ് ദീപക് കൊല്ലപ്പെട്ടത് 2015. ഗവർണർമാരുടെ അധികാര പരിധിയിൽ സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി. ഗവർണർമാർ പ്രവർത്തിക്കേണ്ടത് സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച്, ഭരണഘടനാനുസൃതം. ഗവർണർമാർക്ക് പൂർണ്ണ വീറ്റോ അധികാരം ഇല്ലെന്നും സുപ്രീം കോടതി. 10 ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണർ RN രവിയുടെ നടപടി കോടതി റദ്ദാക്കി. മലപ്പുറത്തെ വീട്ടിലെ പ്രസവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. കുറ്റകരമായ നരഹത്യ, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ. കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിക്കുമെന്ന് മലപ്പുറം SP. വീടുകൾക്കുള്ളിൽ പ്രസവം നടത്തുന്നവരുടെ എണ്ണം കേരളത്തിൽ ഏറുന്നതായി കണക്ക്. കാരണവർ വധക്കേസ് പ്രതി ഷെറിന് പരോൾ. നടപടി വിട്ടയക്കൽ നീക്കം പാളിയതിന് പിന്നാലെ ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിഷാമിനും 15 ദിവസത്തെ പരോൾ. ഉത്തരവ് ഹൈക്കോടതിയുടേത്. നാടിന്റെ നോവായി അലൻ മടങ്ങി. അവസാനമായി സ്ട്രെച്ചറിൽ കിടന്ന് കണ്ട് അമ്മ. കണ്ണീരണിഞ്ഞ മുണ്ടൂർ നിവാസികൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ K രാധാകൃഷ്ണൻ MP EDക്ക് മുന്നിൽ. പണമിടപാടിലെ പാർട്ടി ബന്ധത്തിൽ വ്യക്തത തേടും. ചോദിക്കും മുന്നേ രേഖകൾ ഹാജരാക്കിയെന്ന് രാധാകൃഷ്ണൻ. ED നടപടി CPM മുൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ.